ഹായ് പ്രിയപ്പെട്ടവരെ, ആംഗ്ലിക്കൻ സഭയുടെ വെയിൽസ് രൂപതയിൽ ലെസ്ബിയൻ അതായത് സ്വർഗരതിക്കാരിയായ ഒരാളെ ആർച്ച് ബിഷപ്പായി വാഴിച്ചിരിക്കുന്നു എന്ന വാർത്ത ഈയിടെ കേട്ടു. ഇതിനും ഒരു മാസം മുൻപാണ് ഈ ആംഗ്ലിക്കൻ സഭയുടെ പരമോന്നത സ്ഥാനത്ത് അവരുടെ പോപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാർബൻഡറി ആർച്ച് ബിഷപ്പായി ഒരു വനിത ചുമതലയേറ്റത്. അപ്പോൾ ഫെമിനിസ്റ്റുകൾക്കും പുരോഗമനവാദിക്കാർക്കും വളരെ സ്വീകാര്യമായി ആ വാർത്ത ഒത്തിരിയേറെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. ഇപ്പോഴത്തെ സ്വർഗരതിക്കാരിയായ ഒരു വനിതാ പുരോഹിതയെ ആർച്ച് ബിഷപ്പായി വെയിൽസ് രൂപതയ്ക്ക് നൽകിയിരിക്കുന്നു എന്നതും പലരും ആഘോഷിക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 2000 വർഷത്തെ 20 നൂറ്റാണ്ട് കാലത്തെ സഭാ പാരമ്പര്യങ്ങളും ക്രൈസ്തവ മൂല്യങ്ങളും സുവിശേഷ സത്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സഭാതലവൻ്റെ സ്ഥാനത്ത് ഒരു വനിതയെ പ്രതിഷ്ഠിച്ചതും ഇപ്പോൾ ഇതാ വെയിൽസ് രൂപതയ്ക്ക് ലെസ്ബിയനായ ആർച്ച് ബിഷപ്പിനെ നൽകിയിരിക്കുന്നതും എന്ന് തിരിച്ചറിയണം. മറ്റു പല ക്രൈസ്തവ സഭകളിൽ നടക്കുന്നത് നമുക്കും അനുകരിച്ചുകൂടെ? എന്താണ് കുഴപ്പം? സ്ത്രീ വിവേചനം ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പല ക്രൈസ്തവ സഭകളിലും പിശാചുക്കൾ പിടിമുറുക്കി അതിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും പിശാച് സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയണം. അപ്പോൾ ദൈവിക നാമത്തിൽ ഇന്ന് നാം കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ സഭകൾ എല്ലാം ദൈവികമല്ല, പൈശാചിക സഭകളും ഉണ്ടെന്ന് തിരിച്ചറിയണം. സ്വർഗരതി പാപമാണോ പുണ്യമാണോ എന്നുള്ളത് ഇരുപക്ഷത്തും ന്യായീകരണങ്ങൾ നിരത്തി അത് ശരിയാണെന്നും തെറ്റാണെന്നും ഒക്കെ വാദിക്കാവുന്ന തരത്തിലുള്ള അവ്യക്തമായ വിശദീകരണമല്ല അത് സംബന്ധിച്ച് ബൈബിളിലുള്ളത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ് ഇത് മിളച്ചത് ശാപകരമായ പാപമാണ് എന്നുള്ളത്. അങ്ങനെ എഴുതി വെച്ച ലിഖിതം ബൈബിള് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന സഭകൾ ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ശരിയായ ദൈവിക സഭയുടെ തീരുമാനങ്ങൾക്കും തത്വങ്ങൾക്കുമൊക്കെ എതിരെ ഒരു വികൃത അനുകരണമായി ചില സഭകളിലൂടെ പിശാചുക്കൾ പ്രവർത്തിക്കും. അപ്പോൾ ബ്ലാക്ക് മാസുകാർ, സാത്താൻ ആരാധകർ എന്ന് പറയുന്നവർ സാത്താൻ്റെ സഭക്കാരാണ് എന്നത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ക്രിസ്തീയ സഭകളുടെ ലേവലും സാത്താൻ്റെ സഭകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. പൈശാചിക ആധിപത്യമുള്ള സഭകളിൽ നടക്കുന്നതൊന്നും നമ്മുടെ കത്തോലിക്ക സഭയിൽ പരിഗണിക്കേണ്ട വിഷയം പോലും അല്ലാന്ന് തിരിച്ചറിയണം. ഈ കാര്യത്തിൽ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. സാറാ മുല്ലേലി എന്ന വനിതയെ അവരുടെ സഭയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ച ദിവസങ്ങളിൽ ഞാൻ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. പൈശാചിക സഭകളാണോ ദൈവിക സഭകളാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാവുന്ന പോയിന്റ്സ് ആ വീഡിയോയിലുണ്ട്. അതൊന്ന് കണ്ടേ. സത്യത്തിൽ കത്തോലിക്ക സഭ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പോലെ ലോകത്തിൽ ആരും ഒരു പ്രസ്ഥാനവും ഒരു മതവും ബഹുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവ് പറയാം. പൗരോഹിത്യം എന്നൊരു സിസ്റ്റർക്ക് ഇപ്പോൾ ഒരു അച്ഛനായി പട്ടം കൊടുത്താൽ ഇത്രയേ വരാനുള്ളൂ, ഒരു ഇടവക വികാരി. എന്നാൽ അച്ഛന്മാരും മെത്രാന്മാരും മാർപ്പാപ്പന്മാരും കൈകൂപ്പി വണങ്ങുന്ന ഒരു സ്ഥാനം യുവതികൾക്ക്, സ്ത്രീകൾക്ക്, ആത്മായ സ്ത്രീകൾക്കുള്ളതറിയാവോ? ഒരു മുസ്ലിം പള്ളിയിലും കയറ്റിയല്ല പെണ്ണുങ്ങളെ, പരിസരത്ത് അവർ അടുപ്പിക്കുകയില്ല. ചില അമ്പലങ്ങൾ കയറ്റുമെങ്കിലും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഈ ആധുനിക യുഗത്തിലും വിവിധ മതങ്ങളിൽ ഇതുപോലെ സ്ത്രീകളെ അകറ്റുമ്പോഴാണ് കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഏത് സഭയിലാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്? ആംഗ്ലിക്കൻ സഭയിൽ ഇപ്പോൾ വനിതാ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. വനിതാ ആർച്ച് ബിഷപ്പ് ഏത് സഭയാണെന്നറിയണം. പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. നിങ്ങൾ കാണുമ്പോൾ ഒത്തിരിയേറെ സഭകൾ ഇങ്ങനെയുണ്ട്. ഏത് സഭയാണ് ശരി, ഏത് സഭ തെറ്റ് നിങ്ങൾക്ക് നോക്കുന്നില്ല. ഒത്തിരി സഭകളുണ്ട്. അപ്പോൾ ഇതിലെ ഒരു സഭ ചെയ്താൽ മറ്റു സഭ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കും. എന്നാൽ അതല്ല മനസ്സിലാക്കേണ്ട കാര്യം. പ്രൊട്ടസ്റ്റന്റ് സഭ എന്നത് കത്തോലിക്ക സഭയിൽ നിന്നും 16-ാം നൂറ്റാണ്ടിൽ പിരിഞ്ഞുപോയ ആ സഭക്കാർ കത്തോലിക്ക സഭയെ ആക്ഷേപിക്കാനും കത്തോലിക്ക സഭയെ എതിർക്കാനും ഒത്തിരിയേറെ കോപ്പ് കൂട്ടിയ ഒരു സന്നാഹം ഒരുക്കിയ പ്രസ്ഥാനമാണ്. ഇനി അതിലുപരി മനസ്സിലാക്കേണ്ടത്, ഈ അന്നത്തെ കത്തോലിക്ക സഭ എതിർക്കുക എന്ന് വെച്ചാൽ അന്നത്തെ ദൈവത്തിൻ്റെ സഭ എതിർക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവത്തെ എതിർക്കുന്ന ഒരു സംഘം എന്ന രീതിയിൽ പോലും അവർ അധപ്പതിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ അങ്ങനെ ആ സഭയെ ആക്ഷേപിച്ചു എന്ന് ചിന്തിക്കേണ്ട, ചരിത്രം പരിശോധിച്ചാൽ മതി. ആ സഭയുടെ സ്ഥാപകനാരാ? സഭയിലെ 10-ാം നൂറ്റാണ്ടിലെ പിളർപ്പാണ്, വലിയ പിളർപ്പ്. അത് ചില വിഷയങ്ങളുടെ പേരിലാണ്, ആശയപരമായ കാര്യമായിരിക്കുക. പക്ഷേ ഈ 16-ാം നൂറ്റാണ്ടിലെ പിളർപ്പ് അങ്ങനെ ആയിരുന്നില്ല. 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടായത് മാർട്ടിൻ ലൂതർ എന്ന ഒരു അച്ഛൻ വളരെയേറെ, ഇന്ന് നമ്മുടെ പാമ്പ്ലാനി പിതാവൊക്കെ പോലെ ഒത്തിരിയേറെ വളരെ നല്ല പ്രബോധനം കൊടുത്തുകൊണ്ടിരുന്ന ഈ മാർട്ടിൻ ലൂതർ തലതിരിഞ്ഞു പോയി. അന്ന് സഭയിലും ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ശരിയാ. എങ്കിലും അദ്ദേഹം ലോകത്തിൻ്റെ രീതിയിലേക്ക് ഒരു പൈശാചിക വഴിയിലേക്ക് തലതിരിഞ്ഞു പോയി. അദ്ദേഹം ഈ പൗരോഹിത്യ ബ്രഹ്മചര്യവും സന്യാസ ജീവിതം എല്ലാം വളരെ ശ്രേഷ്ഠമാണെന്നുള്ള തെളിവുകളെല്ലാം നിരത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒടുവിൽ അദ്ദേഹം സഭ വിട്ടുപോയ ശേഷം, പോയെന്ന് പറഞ്ഞാൽ വെറുതെ പോയതാണോ? അദ്ദേഹം കണ്ടുവച്ച ഒരു കന്യാസ്ത്രീയെ, ആ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്ത് കടത്തിയത് മീൻവണ്ടി, മഠത്തിൽ കൊണ്ടിരുന്ന മീൻവണ്ടിയിൽ ആ വീപ്പയ്ക്കകത്ത് ആ കണ്ടുവച്ച കന്യാസ്ത്രീയെ കയറ്റിയിട്ടാണ് കടത്തിക്കൊണ്ടുപോയതൊക്കെ. അങ്ങനെ കല്യാണം കഴിക്കാതെ പോലും താമസിച്ച് പല കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം അദ്ദേഹം പുതിയ തിയോളജി ഇറക്കുകയാണ്. സന്യാസത്തിന് വിലയില്ല, പൗരോഹിത്യ ബ്രഹ്മചര്യത്തിന് വിലയില്ല, വലിയ പ്രബോധനം ഇറക്കുകയാണ്. അദ്ദേഹത്തിന് ഇറക്കിയ പ്രബോധനത്തിൻ്റെ ഘടകവിരുദ്ധമായ പ്രബോധനം, അത് എത്ര അപഹാസ്യമായ പ്രബോധനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള
ഒരു വലിയൊരു മുന്നേറ്റമായിരുന്നു പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം. ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൻ്റെ ഭാഗമാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടായത്. അതെങ്ങനെയാണ്? കത്തോലിക്ക സഭയുടെ പ്രബല ഭാഗമായിരുന്ന ഈ ഇംഗ്ലണ്ടിലെ കത്തോലിക്കരിൽ എല്ലാവരും തന്നെ രാജാവ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കി. മാർപ്പാപ്പയുള്ള ബന്ധം വിച്ഛേദിച്ചു. എന്തിനാണെന്നറിയാവോ? അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമന് സ്വന്തം ഭാര്യ കൂടാതെ ഡാൻസുകാരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചപ്പോൾ അവളെയും കെട്ടണം. ഈ ഡാൻസുകാരിയെ വിവാഹം കഴിക്കാൻ പെർമിഷൻ ചോദിച്ചു. ഇംഗ്ലണ്ടിലെ മെത്ര അനുവാദം കൊടുക്കാഞ്ഞിട്ട് മാർപ്പാപ്പയ്ക്ക് എഴുതി. മാർപ്പാപ്പയും അനുവദിക്കാതെ വന്നപ്പോൾ കെട്ടാൻ വേണ്ടി തന്നെയാണ് വേറെ സഭയുണ്ടാക്കിയിട്ട് ആ സഭയിൽ ഒന്നിലധികം സ്ത്രീകളെ ഒരാൾക്ക് ഭാര്യയെ സ്വീകരിക്കാമെന്ന് സഭാ നിയമം എഴുതി വെച്ചു. എന്തിനു വേണ്ടിയാണ്? അയാളുടെ കാമപൂർത്തിക്ക് വേണ്ടിയിട്ട് സഭയുണ്ടാക്കിയത്. അന്ന് അയാൾ കല്യാണം കഴിച്ച ആനിബാൾ എന്ന സ്ത്രീയെ അയാൾ കൊന്നുകളയുകയും ചെയ്തു. ചരിത്രം മനസ്സിലാക്കണം. ഇയാൾ അന്ന് മുതൽ കൃപയിൽ നിന്ന് അകന്നു പോയിട്ട് ഒന്നിനു പിറകെ ഒന്നായി അയാൾ 6 കല്യാണം കഴിച്ചു. ഈ 6 കല്യാണം കഴിച്ച സ്ഥിതിയിലെങ്കിലും അയാളുടെ കാലശേഷമെങ്കിലും അവരുടെ അനുയായികൾ മനസ്സിലാക്കണമായിരുന്നു, ഇത് ദൈവിക വഴി ആയിരുന്നില്ല. ഒരാൾക്ക് കൂടുതൽ കല്യാണം കഴിക്കാൻ വേണ്ടി വേറെ സഭയുണ്ടാക്കുക എന്ന് ദൈവിക വഴിയല്ല എന്ന് തിരിച്ചറിയണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സഭാവിഭാഗത്തിൽ അവർ ചെയ്യുന്ന വനിതാ പൗരോഹിത്യം നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റും? അത് ദൈവികമല്ല. നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയല്ല അവിടെ നയിക്കുന്നതെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ അത് മാത്രമാണോ? വനിതാ പൗരോഹിത്യം മാത്രമാണോ ഉള്ളത്? കേൾക്കുന്നുണ്ടോ? അവിടെ വനിതാ പൗരോഹിത്യം മാത്രമാണോ ഉള്ളത്? അവിടെ സെയിം സെക്സ് കല്യാണമില്ലേ? സ്വർഗവിവാഹമാ അവിടെ ഉണ്ടല്ലോ, ആ സഭയിലുണ്ടല്ലോ. അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ. അവർ പള്ളി വെച്ച കല്യാണം കെട്ടിക്കുകയല്ല. അതെന്താണെന്നറിയോ? ഇപ്പോൾ വംശനാശം നേരിടുന്നത് പോലെ എല്ലാ സഭകളിലും ഉണ്ട്. വിശ്വാസം ഉപേക്ഷിച്ച് പോവുക, പല പെന്തക്കോസ്ത് സഭകളിലൊക്കെ ഇങ്ങനെ പോവുക എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് വംശനാശം നേരിടുന്ന സ്ഥിതി ഒഴിവാക്കാൻ അവർ പാരമ്പര്യ സഭയായതുകൊണ്ട് കുട്ടികൾ ഒത്തിരി ഉണ്ടായാലേ നിലനിൽപ്പ് പറ്റുള്ളൂ. അതുകൊണ്ട് സെയിം സെക്സ് വിവാഹം അനുവദിച്ചാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ടാണ്. തത്വത്തിൽ അത് തെറ്റായതുകൊണ്ടല്ല. അതിന് തെളിവ് ഞാൻ പറയാം. ഇവർ പള്ളിയിൽ ആ കല്യാണം നടത്തുന്നില്ലെങ്കിലും അച്ഛനെ സമീപിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സ്വർഗ്ഗ പങ്കാളിയുണ്ട് എന്ന് പറഞ്ഞ അച്ഛനെ സമീപിക്കും. അച്ഛൻ പറയുന്നത് എന്താണ്? നിങ്ങൾ സിവിൽ കല്യാണം നടത്തിയിട്ട് വാ, ഞാൻ ബ്ലസ് ചെയ്യാമെന്ന് പറയുന്നു. അവരുടെ നിയമാവലി അംഗീകരിച്ചു. ഇവരുടെ സഭ ഒന്നാകെ തീരുമാനമെടുത്തു, സിവിൽ കല്യാണം നടത്തുന്ന സ്വർഗ്ഗ പങ്കാളികളെ ഒന്നിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് അവർക്ക് പള്ളി വെച്ച് ബ്ലെസ്സിങ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവർ പുരോഹിതർ പള്ളി വെച്ച് ബ്ലെസ് ചെയ്യും. അതിനർത്ഥം അവർക്ക് പഴയ പോലെ തന്നെ കുടുംബ യൂണിറ്റിൽ ഒന്നങ്ങൾ പള്ളിയിലെ ഇടവകയിൽ അംഗമാണ്, എല്ലാം തുടരുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഫലത്തിൽ അവർ സെയിം സെക്സ് സപ്പോർട്ടാണ്. അതിന് ഓപ്പോസിറ്റാണ് ദൈവിക വശം, ദൈവിക നിലപാട് എന്ന് കാണേണ്ടതുണ്ട്. അതിന് തെളിവ് ഞാൻ പറയാം. കഴിഞ്ഞ 2015 ഒരു കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡ് വത്തിക്കാനെ സംഘടിപ്പിച്ചപ്പം ജർമ്മൻ നേതൃത്വത്തിലുള്ള ഒത്തിരി മെത്രാന്മാർ സെയിം സെക്സുകാരുടെ കല്യാണം സഭയിൽ ആശീർവദിക്കണമെന്നും അവർക്ക് വിശ്രൂപാന കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പുനർവിവാഹിതർ 2-3 കല്യാണം കഴിച്ചവരെയും അവരെ അംഗീകരിച്ച് ആ കല്യാണം എല്ലാം ആശീർവദിക്കണം, അവർക്ക് വിശ്രൂപാന കൊടുക്കണം, പള്ളി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇവർ വലിയ സന്നാഹമൊരുക്കി പ്രചരണം നടത്തിയവർക്ക് ഒത്തിരിയേറെ മെത്രാന്മാരെ കൂട്ടി അന്ന് ആഫ്രിക്കൻ മെത്രാന്മാരും അമേരിക്കൻ മെത്രാന്മാരും ഏഷ്യൻ മെത്രാന്മാരും ഒക്കെ ഇതിനെ ഒത്തിരി ഓപ്പോസ് ചെയ്തു. അങ്ങനെ ഓപ്പോസ് ചെയ്തിട്ടും എന്തായി? ആദ്യഘട്ടത്തിൽ അവർക്ക് 50% വോട്ട് കിട്ടി. നിസ്സാര കാര്യമാണോ? കത്തോലിക്ക മെത്രാന്മാരിൽ 50% വോട്ട് ഈ വിഷയത്തിന് കിട്ടി, സെയിം സെക്സിനും ബഹുഭാര്യത്തിനും ഒക്കെ. ജർമ്മൻ മെത്രാന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൻ്റെ പ്രധാന വാദഗതി ഇതാണ്. മാർപ്പാപ്പമാരെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഇവരുടെ വാദഗതി ഇതാണ്: വനിതാ പൗരോഹിത്യം, സ്വർഗ്ഗ വിവാഹം, ബഹുഭാര്യത്വം, ഭ്രൂണഹത്യ, വൈദിക വിവാഹം, ദയാവധം. ഇത്രയും കാര്യങ്ങൾ അവരുടെ അജണ്ട. ഈ പ്രശ്നം അതിജീവിക്കാൻ കഴിയാതെയാണ് ബെനഡിക്റ്റ് പാപ്പ സ്ഥാനത്യാഗം ചെയ്തത്. പാപ്പ രാജിവെച്ച ഉടനെ പറഞ്ഞു ഇവരുടെ പിടിമുറുക്കം വളരെ അതിജീവിക്കാനാവാത്ത വിധം സഭയെ പിടിമുറുക്കിയിരിക്കുന്നു, വെല്ലുവിളിയാണെന്നൊക്കെ. അതുകൊണ്ട് രാജിവെച്ച് നേരെ പറഞ്ഞില്ലെങ്കിലും കാര്യം അതാണ്. പിന്നെ വന്ന പാപ്പയുടെ മേൽ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ആ പാപ്പ പറഞ്ഞു സിനഡ് വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കാം. അപ്പോൾ അവർ സിനഡിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാമെന്ന് ഉറച്ചുകൊണ്ട് സമ്മതിച്ചു. പക്ഷേ ആ സിനഡിൽ 50% വോട്ട് കിട്ടിയിട്ട് അവസാനത്തെ വോട്ടിങ്ങിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ മെത്രാന്മാർ ഉൾപ്പെടെ എല്ലാവരും കിണഞ്ഞ് ശ്രമിച്ചിട്ടാണ് അവസാനത്തെ റൗണ്ടിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയത്. അന്ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കത്തോലിക്ക സഭ നശിച്ചു പോയതിന് ഈ തീരുമാനം എടുത്തേനെ. അത് അത്ര ദയനീയ സ്ഥിതി. അവരുടെ ആ അജണ്ടയിൽ ആശങ്കപ്പെട്ട ഞാൻ ആ വിഷയം വിശദീകരിച്ച് അന്ന് എഴുതിയ ലേഖനം അടുത്ത വീഡിയോയിൽ. അപ്പം നാം ഓർക്കണം, സഭയ്ക്കുള്ളിൽ അങ്ങനെ ഒരു ശക്തി ഉരുണ്ടുകൂടി കാർമേഘം പോലെ ഉരുണ്ടുകൂടുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ശക്തി ഈ മറ്റു ചില സഭകളിൽ പ്രവർത്തിക്കുന്നു. ദൈവിക നിലപാട് അവരുടെ നിലപാടിന് നേരെ ഓപ്പോസിറ്റാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? കത്തോലിക്കർ അവഗണിക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ആധുനിക യുഗത്തിലെ സ്ഥിതി ആലോചിച്ച് നോക്കുക. ഈ ആധുനിക യുഗത്തിലാണ് ഒരു മുസ്ലിം പള്ളിയിലും കയറ്റിയല്ല പെണ്ണുങ്ങളെ, മുസ്ലിം പള്ളിയുടെ പരിസരത്ത് അവർ അടുപ്പിക്കുകയില്ല. ഈ ആധുനിക യുഗത്തിലും. മനസ്സിലായല്ലോ? രണ്ടാമത് ഓർക്കണം, ഈ അമ്പലങ്ങളിൽ സ്ത്രീകളെ കയറ്റാറില്ല. ചില അമ്പലങ്ങൾ കയറ്റുമെങ്കിലും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഇപ്പം ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനമില്ല.
അപ്പോൾ ഇതുപോലെ ഈ ആധുനിക യുഗത്തിലും വിവിധ മതങ്ങളിൽ ഇതുപോലെ സ്ത്രീകളെ അകറ്റുമ്പോഴാണ് കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. എന്തൊക്കെയാണ് പ്രാമുഖ്യം കത്തോലിക്ക സഭ കൊടുക്കുന്നത്? കുർബാനയിൽ പാട്ട് പാടാൻ ഗായക സംഘത്തിൽ, ആൾത്താരെ ഒരുക്കുന്നതും ആൾത്താരയിലെ റീഡിങ്, ബൈബിൾ വായന, മധുബഹ നിന്നുകൊണ്ട് ആത്മായ സ്ത്രീകൾ വായിക്കുന്നില്ലേ? ഉണ്ട്. പള്ളി കൈക്കാരന്മാരാക്കിയിരിക്കുന്നത് രൂപതാ കൗൺസിലിൽ എത്രയോ രീതിയിൽ പരിഗണിക്കുന്നു. ഇത് മാത്രമല്ല, സത്യത്തിൽ കത്തോലിക്ക സഭ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പോലെ ലോകത്തിൽ ആരും ഒരു പ്രസ്ഥാനവും ഒരു മതവും ബഹുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവ് പറയാം. പൗരോഹിത്യം എന്നൊരു സിസ്റ്റർക്ക് ഇപ്പോൾ ഒരു അച്ഛനായി പട്ടം കൊടുത്താൽ ഇത്രേ വരാനുള്ളൂ, ഒരു ഇടവക വികാരി അല്ലെ സന്യാസ വൈദിക ഇത്രേ വരാനുള്ളൂ. എന്നാൽ അച്ഛന്മാരും മെത്രാന്മാരും മാർപ്പാപ്പമാരും കൈകൂപ്പി വണങ്ങുന്ന ഒരു സ്ഥാനം യുവതികൾക്ക്, സ്ത്രീകൾക്ക്, ആത്മായ സ്ത്രീകൾക്കുള്ളതറിയാവോ? വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ച വനിതകൾ എടുത്തു നോക്ക്. എത്രയോ കന്യാസ്ത്രീകളാണ് വിശുദ്ധ പദവിയിൽ ഉള്ളത്, എത്രയോ അവരുടെ പേരിൽ പള്ളികളുണ്ട്. എത്രയോ ആത്മായ സ്ത്രീകളെ, 2-3 പെറ്റ ആത്മായ സ്ത്രീകൾ എത്രയോ പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട സ്ത്രീകളുടെ പേരിൽ പള്ളി പണിതിട്ട് ആ പള്ളിയിൽ മെത്രാൻ എത്തിയാലും മാർപ്പാപ്പ എത്തിയാലും ആ പെരുന്നാളിന് ഈ ധൂപം അർപ്പിക്കുക, ഈ തിരുസ്വരൂപത്തിന്, ഈ സ്ത്രീയുടെ തിരുസ്വരൂപത്തിന് ധൂപം അർപ്പിച്ച് അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അത്രയും ഒരു മാർപ്പാപ്പ പോലും, എല്ലാ മാർപ്പാപ്പമാരും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നില്ല, അപൂർവമല്ലേ ഉള്ളൂ. അപ്പോൾ മാർപ്പാപ്പ സ്ഥാനത്തേക്കാൾ ഉയർന്നൊരു സ്ഥാനമല്ലേ സത്യത്തിൽ വിശുദ്ധ പദവി? അപ്പോൾ നോക്കണം, മെത്രാനേക്കാളും മാർപ്പാപ്പയേക്കാളും ഉയർന്ന സ്ഥാനത്തേക്കും സ്ത്രീകളെ സഭ ഉയർത്തുന്നുണ്ട് അല്ലേ? നിസ്സാര കാര്യമൊന്നുമില്ല. ഇനി ഒന്നാലോചിച്ച് നോക്കിക്കേ, അപ്പസ്തോല ഗണത്തിൽ യേശുക്രിസ്തു ആരെയും സ്ത്രീകൾ എടുത്തിട്ടില്ല. അന്ന് സ്ത്രീകൾ വളരെ പ്രാമുഖ്യമുണ്ടായിരുന്ന യഹൂദ സമൂഹത്തിലാണ്, വളരെ പൊതുസമൂഹത്തിൽ സ്ത്രീകൾക്ക് വിലയും നിലയുണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും അപ്പസ്തോല എന്ന് വിളിക്കാവുന്ന മഗ്ദലന മറിയത്തെ പോലും അപ്പസ്തോല ഗണത്തിൽ പെടുത്തിയോ? മഗ്ദലന മറിയം അപ്പസ്തോലയാണോ? അപ്പസ്തോല ഗണത്തിലല്ല. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം അമ്മ, അത്രയും യോഗ്യതയുള്ള സ്ത്രീ ലോകത്തിൽ ആരാണുള്ളത്? എല്ലാ വിശുദ്ധർക്കും ദൂലിയ വണക്കം കൊടുക്കുന്നെങ്കിൽ അതിവണക്കം ഹൈപ്പർ ദൂലിയ ആണ് മാതാവിന് കൊടുക്കുന്നത്. ഈ ഹൈപ്പർ ദൂലിയ അർഹിക്കുന്ന മാതാവിനെ പോലും അപ്പസ്തോല ഗണത്തിൽ പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അയോഗ്യതയുടെ വിഷയമല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അഹ്റോൻ്റെ കാലം മുതൽ ഇങ്ങനെ പുരുഷന്മാർ മാത്രമാണ് പുരോഹിതരായി സഭയിലുള്ളത്, യഹൂദജനത്തിലുള്ളതും സഭയിലുള്ളതും. ആ ഒരു പശ്ചാത്തലത്തിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ട് യഹൂദരുടെ ബലി എന്നേക്കുമേ നിലച്ചുപോയ സ്ഥിതിയിൽ ആ നാളുകളിലാണ് പൗരോഹിത്യ വേഷത്തോടു കൂടി കത്തോലിക്ക സഭയിൽ പുരോഹിതർ ബലിയർപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ യഹൂദ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയാണിത്. പുരുഷന്മാർക്ക് വേണ്ടി നീക്കി വെക്കപ്പെട്ട ഒരു പദവിയാണത്. അപ്പോൾ എല്ലാത്തിലും തുല്യ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണുങ്ങളെല്ലാം പരാതിപ്പെട്ടാൽ പെണ്ണുങ്ങളെ പ്രസവിക്കുകയുള്ളൂ. ദൈവം സൃഷ്ടിയാലെ എന്തുകൊണ്ട് ആണുങ്ങളെ അവഗണിച്ചു, എന്നാക്കെന്താ പറയാമല്ലാത്തത്, ദൈവം അവഗണിച്ചു എന്ന് പറയാൻ പറ്റുമോ? ദൈവം ഉദ്ദേശിക്കുന്ന പ്രധാന ദൗത്യങ്ങളുണ്ട്, സഭയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൗത്യങ്ങളുണ്ട്. കത്തോലിക്ക സഭയുടെ പ്രധാന നിലപാടുകളെല്ലാം ആദ്യമ സഭാപിതാക്കന്മാരുടെ നിലപാടുകളും അതുപോലെ പിന്തുടർച്ചയായി വരുന്ന ക്രമമായ ദൈവിക നിലപാടുകളും മനസ്സിലാക്കിയിട്ട് തന്നെയുള്ളതാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഡോക്ട്രിനിൽ ഒരു തരത്തിലുള്ള മാനുഷികതയും കടന്നുകൂടിയല്ല, ഡോക്ട്രിനിൽ ഒരിക്കലും മാനുഷികതയില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭ വിമർശിക്കാൻ കിട്ടിയ ഒരു ചാൻസിൽ വിമർശിക്കുക എന്ന പോലെ ഒത്തിരി പേര് ഫാഷനാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. അതിലൊന്നും പെട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഈ ഫാക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ ഇവിടെ കിട്ടിയില്ല. ഓക്കെ താങ്ക് യു.